ഈ അനുമോൾക്ക് എന്താ ഇത്ര പിടിവാശിയെന്നറിയത്തില്ല. ഇപ്പം അനുമോളും ജിസയിലും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്നതിന് വേണ്ടിയാണ് അവരെ ഒരുമിച്ച് ജയിലിൽ ഒരാഴ്ച കൊണ്ടിടുന്നത്. പക്ഷെ ഇതുവരെ അവരുടെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആയിട്ടില്ല. ഇവിടെ അനുമോൾക്ക് എന്താ ഇത്ര പിടിവാശിയെന്നറിയത്തില്ല. പിടിവാശിയാണോ ഈ കുട്ടിയുടെ സ്വഭാവം ഇതാണോ എന്നറിയത്തില്ല. ഒരു തരത്തിൽ അടുക്കുന്നില്ല. ഇന്നാണെങ്കിൽ ജിസയിൽ പറയുന്നുണ്ട്, അന്നത്തെ ആ പുതപ്പിനുള്ളിലെ സംഭവങ്ങൾ പറയുമ്പോൾ ജിസയിൽ സത്യം പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കള്ളത്തരമാണ് അനുമോൾ പറഞ്ഞതെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ എന്നിട്ടും അതിൽ പിടിച്ച് നിൽക്കണം. ഓക്കെ, അത് നിൽക്കട്ടെ, അങ്ങനെ അതിപ്പോൾ ലാലേട്ട് വരുമ്പോൾ പരിഹരിക്കാമെന്ന് വെക്കാം. പക്ഷെ എങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ആയിക്കൂടെ ഇവർക്ക് രണ്ടുപേർക്കും? എത്രയോ തവണ എത്ര ദിവസം ഇപ്പം ജിസേൽ എന്ന് പറയുന്ന അനുമോളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്, സംസാരിക്കാൻ റെഡിയാണ്. അനുമോളാണെങ്കിൽ മാറി മിണ്ടത്തില്ല. മാറി നിന്ന് ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, എന്തെങ്കിലും ഒരു വിഷയം കേൾക്കും അങ്ങ് കരയാൻ തുടങ്ങുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിലും ബോറടിക്കില്ലേ? ഒരു പരിധിയുണ്ട്, എല്ലാ കാര്യത്തിനും കരയാനായിട്ട് നിന്ന്. ഇപ്പം തന്നെ ബിഗ് ബോസിൽ പുതിയ ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഒരുമിച്ചിരിക്കുന്നവരെ വേർപെടുത്താനും വേർപെട്ടിരിക്കുന്നതിന് ഒരുമിച്ചാക്കാനും വേണ്ടിയുള്ള തരത്തിലുള്ള ടാസ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഭയങ്കര അടിയും ബഹളവും ഒക്കെ നടക്കും. അനുമോളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് പറ്റിയ വ്യക്തിയല്ല. കാരണം അനുമോൾ ഇപ്പോഴും ഏതാണ്ട് അങ്ങ് ഒറ്റയ്ക്ക് മാറി. ഇപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി മാത്രം എല്ലാവരെയും കൂടെ നിൽക്കാതെ മാറി നിൽക്കുന്നു. അതെനിക്കൊരു ഗെയിം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പിണക്കവും ഇണക്കവും എല്ലാം ഉണ്ടാകും. സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തവരുടെ പേരിട്ട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. മനസ്സിലായി, ഒരു കോംപ്രമൈസ് വേണം എല്ലാ കാര്യത്തിനും. എന്നും കുന്നും ഒരു വെറുപ്പ അതും വെച്ചുകൊണ്ട് തന്നെ അങ്ങിരിക്കുക. എന്നാൽ പലരും അവിടെ പല കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. ആ നൂറെ ആദില എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോംപ്രമൈസ് ആകേണ്ടടുത്ത് കോംപ്രമൈസ് ആവണം. ചിലപ്പം നമ്മളെ നമുക്ക് വേണ്ടി പിന്നിൽ നിന്ന് ശൈത്യ കുത്തി, ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അങ്ങനെ കുത്താത്തവരാരുണ്ട്? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ പിന്നിൽ നിന്ന് കുത്തിയ ഒരു കഥകൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ അനുമോളി കാണിക്കുന്നത് മണ്ടത്തരം എന്ന് പറയാതെ വേറെ ഒന്നുമല്ല കാണിക്കുന്നത്. മണ്ടത്തരം തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. മണ്ടത്തരം പണി പിടിച്ചു വാങ്ങിയാണ് അനുമോളിപ്പം ചെയ്യാൻ പോകുന്നത്.